എനിക്ക് പിന്നിൽ കാണുന്ന നിലമ്പൂർ ചന്തക്കുന്നിലെ ഈ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപ്രധാനമായ പ്രദേശത്താണ് പണിതത്. നാടുകാണി ചുരമിറങ്ങി വരുന്ന ടിപ്പു സുൽത്താനെ നിരീക്ഷിക്കാനായിട്ടാണ് ഈ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ പിന്നീട് ബ്രിട്ടീഷ് ഡിയോഫോമാരുടെ ബംഗ്ലാവായിട്ടും ഇവിടെ മാറി. പിന്നീട് നിരവധി മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് അങ്ങനെ നിരവധി സിനിമകളുടെ ലൊക്കേഷനായിട്ടും ഈ ബംഗ്ലാവ് മാറി. പ്രേതങ്ങളുടെ താഴ്വര മുതൽ 1921 കാണാക്കിനാവ് അങ്ങനെ മലയാള ചിത്രങ്ങളും പിന്നീട് നിരവധി അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ വച്ച് ചിത്രീകരിച്ചു. 1800 കാലഘട്ടങ്ങളിലാണ് ഇത് ബ്രിട്ടീഷുകാരോട് കൊയിലുംകാരോട് ബ്രിട്ടീഷുകാർ വാങ്ങുന്നത്. ഇതിന് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താനെ വകവരുത്തുക എന്നുള്ള ഇത് മെയിനായ കണ്ണി. അവരിവിടുന്ന് മൈലൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ അവരെ ടിപ്പു സുൽത്താൻ്റെ എല്ലാ നിരീക്ഷണങ്ങളും ഇവിടെ നിന്നാണ് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് ഇവരിവിടുന്ന് പുറപ്പെടുന്നത്. ടിഫോയുടെ മോൻ ഡിഗ്രി പഠിക്കുന്നത് മൈസൂരിലാണ് പഠിക്കുന്നത്. കുതിരവണ്ടി ഉണ്ടാവും. 6 മണിക്ക് പുറപ്പെട്ടാൽ 6 മണിക്ക് റിട്ടേൺ തിരിച്ചെത്തുള്ളൂ. അപ്പോൾ ഒരു അംഗരക്ഷനും കൂടുതലുണ്ടായിരുന്നു. ഇവിടുന്ന് ഇതെല്ലാം പഠിത്തം കഴിഞ്ഞ ശേഷം പുള്ളി ഇപ്പം ന്യൂയോർക്കിൽ പത്ര എഡിറ്ററാണ്. ഇപ്പം 93 വയസ്സുണ്ട് ടിഫോയുടെ മോന്. പിന്നീട് സിനിമ ലൊക്കേഷനായിട്ട് മാറി. ഊട്ടി അതേ കാലാവസ്ഥയാണ് ഇവിടെ സ്ഥിതി. സന്ധ്യയൊക്കെ ആകുമ്പോൾ മഞ്ഞു ഇങ്ങനെ മൂടിയൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടാവും. തണുപ്പും ഒരു 3 കഴിഞ്ഞാൽ നല്ല കാറ്റാണ് ഇവിടെ. ബംഗ്ലാവിന്റെ 2ാം നിലയിലെ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അങ്ങ് നാടുകാണി ചുരം വരെ കാണാൻ പറ്റും. സാക്ഷാൽ ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്ന് നാടുകാണി ചുരം വഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ബ്രിട്ടീഷുകാർ ബൈനോക്കുലർ വെച്ച് നിരീക്ഷിച്ചത് ബംഗ്ലാവിന്റെ ഈ ബാൽക്കണിയിൽ നിന്നാണ്. നല്ല മനോഹരമായ കളറുകളുള്ള ഇറ്റാലിയൻ നിർമ്മിത ഗ്ലാസുകളാണ് ഈ ബംഗ്ലാവിന്റെ മറ്റൊരു പ്രത്യേകത. ഇതുണ്ടോ, നീല, മഞ്ഞ, ഇതെല്ലാം ഇറ്റാലിയൻ ഗ്ലാസുകളാണ്. അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ ബംഗ്ലാവ് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗ്ലാസുകളാണിത്. നിലമ്പൂരിന്റെ ഈ പഴയ കഥകളൊക്കെ പറയാതെ എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരിച്ചു പോവുക? ക്യാമറാമാൻ നിഖിൽ ജോസഫിനും സുജോയ് എഡ്വേർഡിനും വിനീഷിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.